Good morning all of you. Good morning. How are you? Hope all are fine. Okay, നമ്മൾ ഇന്ന് ഫസ്റ്റ് എടുക്കാനായിട്ട് പോകുന്നത് ജികെയുടെ ക്ലാസ് ആണ്. ജികെയുടെ പേജ് നമ്പർ 314 ലെറ്റ്സ് പ്ലേ എന്നുള്ള ഭാഗമാണ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതോടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ജികെ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്താണ് ജികെ കംപ്ലീറ്റ് ആവശ്യം നമ്മുടെ എക്സാം ഇതുവരെ ആയിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എല്ലാ സാറ്റർഡേയും ജസ്റ്റ് ഈ ഒരു ഫുൾ നമുക്ക് ഫസ്റ്റ് ടൈം കഴിഞ്ഞിട്ടുള്ള ആ ഒരു നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ ഭാഗവും ഒന്നും കൂടി ഒന്ന് എല്ലാവരും വായിച്ചു നോക്കുക. എല്ലാ സാറ്റർഡേയും കൂടെ ഒന്ന് വായിച്ചു നോക്കുക, മറക്കാതിരിക്കാനാണ് പറയുന്നത്. അപ്പോൾ എല്ലാ സാറ്റർഡേയും ജസ്റ്റ് ഒന്ന് വായിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ എക്സാം കഴിഞ്ഞിട്ടുള്ള നമ്മളിപ്പോൾ കഴിഞ്ഞ എക്സാം കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് ഫുള്ളായിട്ട് എല്ലാ സാറ്റർഡേയും ജസ്റ്റ് ഒന്ന് വായിക്കുക. അപ്പോൾ മറക്കത്തില്ല. ഓക്കെ, ഇപ്പം നമ്മൾ ഇപ്പം ഫുൾ ചാപ്റ്റർ നമ്മൾ തീരുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ എല്ലാ സാറ്റർഡേയും ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ച് വായിക്കുക. എല്ലാ സാറ്റർഡേയും വായിക്കാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലെറ്റ്സ് പ്ലേ എന്നുള്ള ചാപ്റ്റർ നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ ചില 3 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ മാസ്കോട്ട് ഓഫ് ദ 2010 ഫിഫ വേൾഡ് കപ്പ് വാസ്. സെക്കൻഡ്, ദ ടേം ഗാംബിറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. 3, ലോസ് ആഞ്ചലസ് ലേക്കേഴ്സ് പ്ലേ ദിസ് ഗെയിം. അപ്പോൾ ഗെയിംസ് നമ്മുടെ സ്പോർട്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഫിൽ ഇൻ ദ ബോക്സസ് ആണ്. അപ്പോൾ ബോക്സസ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ വേർഡും ഓരോ കോളത്തിലായിട്ട്, ഓരോ ലെറ്റേഴ്സും ഓരോ കോളത്തിലായിട്ട് നിങ്ങൾ എഴുതാം. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് മാസ്കോട്ട് ഓഫ് ദ 2010 ഫിഫ വേൾഡ് കപ്പ് വാസ്. അപ്പോൾ ഫിഫ വേൾഡ് കപ്പ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഫിഫ വേൾഡ് കപ്പിലെ ദ മാസ്കോട്ട് മീൻസ് ഭാഗ്യചിഹ്നം എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ ആ ഒരു വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഏതെങ്കിലുമൊക്കെ രൂപം ധരിച്ചിട്ട് ആ ഒരു പ്ലേ ഗ്രൗണ്ടിൽ നടക്കുന്നതായിട്ടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? കണ്ടിട്ടില്ലേ? ഫുട്ബോളിന്റെ സമയത്തൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഭാഗ്യചിഹ്നം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ദ മാസ്കോട്ട് ഓഫ് ദ 2010 ഫിഫ വേൾഡ് കപ്പ് വാസ്. 2010 2010 ഫിഫ വേൾഡ് കപ്പിന്റെ മാസ്കോട്ട് ഭാഗ്യചിഹ്നം ഏതാണ്, ആ ഒരു ഇതെന്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സാക്കുമി. അപ്പൊ ആ ഒരു രൂപമാണ് അവരുടെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചർ സാക്കുമി അതിന്റെ പിക്ചർ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾ അത് കാണാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ദ മാസ്കോട്ട് ഓഫ് ദ 2010 ഫിഫ വേൾഡ് കപ്പ് വാസ് സാക്കുമി. ZAKUMI സാക്കുമി. ഓക്കെ, ZAKUMI. അപ്പോൾ അവിടെ 6 കോളാണല്ലോ അല്ലേ, ആ 6 കോളംസ് ഉണ്ട്. അപ്പോൾ 6 കോളംസിൽ ഓരോ ലെറ്റേഴ്സ് എഴുതുക. ZAKUMI സാക്കുമി. ഓക്കെ, എഴുതിയോ? ഓക്കെ, നെക്സ്റ്റ് ദി ടേം ഗാംബിറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഈ ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഗെയിമിൻ്റെ എന്താണ് ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു പേരാണ്, ആ ഒരു ഗെയിമുമായി ബന്ധപ്പെട്ട ഒരു പേരാണ് ഗാംബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഗാംബിറ്റ് എന്ന ആ ഒരു നാമം ഈ ഗെയിമുമായി ബന്ധപ്പെട്ടതാണ്. ഏതാണ് ഗെയിം? ഏതാണ്? ചെസ്. കണ്ടിട്ടില്ലേ? ചെസ് കണ്ടിട്ടല്ലേ? ചെസ്. അപ്പോൾ ചെസ്സാണ്, ആ ഒരു ചെസ്സിലാണ് ഗാംബിറ്റ് എന്ന ആ ഒരു വേർഡ്, ആ ഒരു പദം നമ്മൾ യൂസ് ചെയ്യുന്നത്. ചെസ്. അപ്പോൾ അവിടെ 5 കോളംസ് ആണ് ഉള്ളത്. അപ്പോൾ ഓരോ വേർഡ്സ് അതിനകത്ത് ഓരോ ലെറ്റേഴ്സ് ആണ് എഴുതുക. CHESS ചെസ്. CHESS ചെസ്. Okay, the term gambit is associated with chess. The term gambit is associated with chess. Okay, അപ്പോൾ ചെസ്സിലാണ് ഗാംബിറ്റ് എന്ന ഒരു പദം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ, then third question, Los Angeles Lakers play this game. അപ്പോൾ ലോസ് ആഞ്ചലസ് നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് അല്ലേ, ലോസ് ആഞ്ചലസ്. അപ്പോൾ ലോസ് ആഞ്ചലസ് ലേക്കേഴ്സ്, അവിടെ ഇല്ല, ആ ലോസ് ആഞ്ചലസ് ലേക്കേഴ്സ് കളിക്കുന്ന ഒരു ഗെയിം ഇതാണ്. അവിടുത്തെ പ്രധാന ഗെയിം ഇതാണ്. ഏതാണ്? ബാസ്കറ്റ് ബോൾ. കണ്ടിട്ടില്ലേ? ബാസ്കറ്റ് ബോൾ ഉണ്ട്. അപ്പൊ ബാസ്കറ്റ് ബോൾ ആണ് ലോസ് ആഞ്ചലസ് ലേക്കേഴ്സ് അവിടുത്തെ ഗെയിം എന്ന് പറയുന്നത്. ലോസ് ആഞ്ചലസ് ലേക്കേഴ്സിന്റെ അവിടുത്തെ ഗെയിം എന്ന് പറയുന്നത് ബാസ്കറ്റ് ബോൾ ആണ്. BASKETBALL ബാസ്കറ്റ് ബോൾ.
ബാസ്കറ്റ്ബോൾ. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് the mascot of the 2010 FIFA World Cup was Zakumi. Zakumi. Then the term gambit is associated with chess. 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 Third one, Los Angeles Lakers played this game. Basketball. 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 Okay ആണോ? അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് 2010 ഫിഫ വേൾഡ് കപ്പിൻ്റെയും ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് സാക്കുമി എന്ന് പറയുന്ന ആ ഒരു ഇതാണ്. സാക്കുമി, ZAKUMI, സാക്കുമി. എല്ലാ ക്വസ്റ്റ്യൻ, ദ മാസ്കോട്ട് ഓഫ് 2010 ഫിഫ വേൾഡ് കപ്പ് വാസ് സാക്കുമി. Second one, the term gambit is associated with. The term gambit is associated with. ഗാംബിറ്റ് എന്നൊരു പദം യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗെയിമിലാണ്. ഏത് ഗെയിമാണ്? ചെസ്. CHESS, ചെസ്. എഴുതിയെടുത്തോ? ഓക്കെ, ദെൻ ലോസ് ആഞ്ചലസ് ലേക്കേഴ്സ് പ്ലേ ദിസ് ഗെയിം. ലോസ് ആഞ്ചലസ് ലേക്കേഴ്സ് കളിക്കുന്ന ഈ ഗെയിം ഏതാണത്? ബാസ്കറ്റ്ബോൾ ആണ്. ബാസ്കറ്റ്ബോൾ. BASKETBALL, ബാസ്കറ്റ്ബോൾ. ഓക്കെ ആണോ? പാന്തോട്ടൊന്നുകൂടെ വായിക്കാം, എല്ലാവരും ഉറക്കെ ആൻസർ പറയാം. The mascot of the 2010 FIFA World Cup was Zakumi. The term gambit is associated with chess. Los Angeles Lakers played this game. Basketball. Okay ആണോ? അപ്പോൾ ഇത് 5 times എഴുതിയും കൂടെ പഠിക്കുക. അതുപോലെ ടെക്സ്റ്റിൽ ഓരോ കോളത്തിൽ വെച്ചിട്ട് ഓരോ ലെറ്റേഴ്സ് എഴുതി കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ അത് നല്ലതുപോലെ എഴുതി പഠിക്കുക, വായിക്കുക. ഞാൻ പറഞ്ഞത് മറക്കണ്ട. നമുക്കിപ്പോൾ GK ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നമ്മൾ ഈ എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാ സാറ്റർഡേയും വായിച്ചു നോക്കുക. ഓക്കെ. അപ്പോൾ വോയിസ് ഒന്നും അയക്കാൻ ടീച്ചർ പറയുന്നില്ല, എല്ലാവരും വായിക്കണം. അല്ലെങ്കിൽ എന്താ മറന്നു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് ഭയങ്കര പാടായിരിക്കും ഒന്നുകൂടെ ഒന്ന് ഓർത്തെടുത്ത് പഠിക്കാനായിട്ട്. അപ്പോൾ എല്ലാ സാറ്റർഡേയും നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമ്മളത് നമ്മുടെ മെമ്മറിയിൽ അത് കയറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം എല്ലാ സാറ്റർഡേയും നിങ്ങൾ മുടങ്ങാതെ വായിക്കുക. ഓക്കെ, ഞാൻ എല്ലാ പേരൻസിനോട് എല്ലാവരും ഞാൻ ചോദിക്കും, നിങ്ങൾ വായിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. വായിക്കാത്തവർക്ക് ഞാൻ 1000 times ഇമ്പോസിഷനും തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും സാറ്റർഡേ വായിക്കുക. ഓക്കെ ആണോ? ഞാൻ ഇടയ്ക്കിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യനും ചോദിച്ചെന്നിരിക്കും. ഓക്കെ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത് മാത്തമാറ്റിക്സിൻ്റെ ടേബിളാണ്. അപ്പോൾ നമ്മൾ ടേബിൾ 15 വരെ നമ്മൾ പഠിച്ചല്ലേ? ടേബിൾ ഓഫ് 15 വരെ നമ്മൾ പഠിച്ചു. അപ്പോൾ ടേബിൾ ഓഫ് 15 വരെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ടിക്സ് നോക്കി ഒന്ന് വായിക്കുക, ടിക്സിൻ്റെ കൂടെ തന്നെ വായിക്കാം. ഫസ്റ്റ് നോക്കി, ടേബിൾ ഓഫ് 11ൻ്റെ ടേബിൾ എല്ലാവർക്കും അറിയാം, എല്ലാവരും കാണാതെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ ടേബിൾ ഓഫ് 11, 1 11s are 11, 2 11s are 22, 3 11s are 33, 4 11s are 44, 5 11s are 55, 6 11s are 66, 7 11s are 77, 8 11s are 88, 9 11s are 99, 10 11s are 110. അടുത്തത് ടേബിൾ ഓഫ് 12, എല്ലാവരും ഉറക്കെ വായിക്കാം. ഓക്കെ, 1 12s are 12, 2 12s are 24, 3 12s are 36, 4 12s are 48, 5 12s are 60, 6 12s are 72, 7 12s are 84, 8 12s are 96, 9 12s are 108, 10 12s are 120. Next, table of 13. Okay, 1 30s are 13, 2 13s are 26, 3 13s are 39, 4 13s are 52, 5 13s are 65, 6 13s are 78, 7 13s are 91,
8 13s are 104, 9 13s are 170, 10 13s are 130. Then table of 14. 1 14s are 14, 2 14s are 28, 3 14s are 42, 4 14s are 56, 5 14s are 70, 6 14s are 84, 7 14s are 98, 8 14s are 112, 9 14s are 126, 10 14s are 140. Okay. Next table of 15. Orkku vaiche 1 15s are 15, 2 15s are 30, 3 15s are 45, 4 15s are 60, 5 15s are 75, 6 15s are 90, 7 15s are 105, 8 15s are 120, 9 15s are 135, 10 15s are 150. Okay അല്ലേ? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടേബിൾ ഓഫ് 16 ആണ്. ടേബിൾ ഓഫ് 16ന്റെ ടേബിൾ ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നോക്കിയേ 1 16s are 60 അല്ലേ? 16 ആണല്ലോ. അപ്പോൾ ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ നമ്പർ തന്നെ ആയിരിക്കും കിട്ടുക. 1 16s are 60. Then 2 16s are എത്രയാണ്? 2 16s എത്രയാണ്? നമ്മൾ ചെയ്തത് പോലെ ചെയ്യുകയാണെങ്കിൽ 16 plus 16 അല്ലേ? 16 plus 16 66 എത്രയാണ്? 12 ആണ്. 1 plus 1 equal to 2, 2 plus 1 equal to 3 ആണ് അല്ലേ? 32 ആണ്. അപ്പോൾ എന്താണ്? 16നെ എത്ര ടൈംസ്? 2 ടൈംസ് നമ്മൾ ആഡ് ചെയ്തു അല്ലേ? ആഡ് ചെയ്തു, അതിന് സമമാണ്, അതിന് സെയിം ആണ്. എന്താണ്? 2 into 16 equal to 32 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ 2 into 16 എല്ലാത്തിലും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അതുകൊണ്ടാണ് എല്ലാ ടേബിളിലും ടീച്ചർ ഇങ്ങനെ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? 16നെ 2 ടൈംസ് നമ്മൾ ആഡ് ചെയ്യുന്നതിന് സെയിം ആണ് 2 into 16 എന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് 6 plus 6 equal to 12, 2 നമ്മൾ ഇവിടെ എഴുതി, 1 അവിടെ എഴുതി, പിന്നെ ഇതിനെല്ലാം കൂടെ ആഡ് ചെയ്ത് 32 എന്ന് എഴുതി. അടിയിലൊരു വരയും കൊടുക്കുന്നതിലും എത്ര നല്ലതാണ് 2 into 16 equal to 32 എന്ന് നമ്മൾ പഠിക്കുന്നത്. സിമ്പിൾ അല്ലേ? നമ്മൾ പെട്ടെന്നൊരു കണക്ക് തരുവാണെങ്കിൽ ഇതേപോലെ നമ്മൾ എഴുതി ചെയ്യുന്നതിന് പകരം 2 16കൾ കൂട്ടുകയാണ് എന്നുണ്ടെങ്കിൽ 2 16കൾ എന്താ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും. എല്ലാവരെക്കാളും ഫസ്റ്റ് നമുക്ക് കൈബുക്കി ആൻസർ പറയാനായിട്ട് പറ്റും അല്ലേ? അപ്പൊ അതാണ് നമ്മൾ ഈ 20 വരെ പെട്ടെന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ദെൻ അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ? 2 into 16, 2 16s are 32 ആണ്. ദെൻ 3 16 എത്രയാണ്? നമുക്ക് 6 plus 6 equal to 12, 12 plus 6 equal to 18 അല്ലേ? 18 ആണ്. 8 ഇവിടെ എഴുതി, 1 ഇവിടെ എഴുതി. Then 1 plus 1 equal to 2, 2 plus 1 3, 3 plus 1 4, 48 അല്ലേ? അപ്പോൾ എത്ര ടൈംസ്? 16നെ 3 ടൈംസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 48. അത് നമ്മൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്തി? 3 into 16 equal to 48 എന്ന് നമ്മൾ എഴുതിയത് അല്ലേ? അപ്പോൾ നമ്മൾ 16 3 പ്രാവശ്യം നമ്മൾ 3 ടൈംസ് നമ്മൾ എഴുതി ആഡ് ചെയ്യുന്നതിലും എളുപ്പമാണ് 3 into 16 എന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, 3 into 16 equal to 48. നെക്സ്റ്റ് എന്താണ്? 16നെ 4 ടൈംസ് ആഡ് ചെയ്യുന്നതിന് തുല്യമാണ് 4 into 16 equal to 64. ഓക്കെ, 4 into 16 equal to 64. Then 16നെ 5 ടൈംസ് ആഡ് ചെയ്യുന്നതിന് സെയിം ആണ് 5 into 16 equal to 80 എന്ന് പറയുന്നത്. അടുത്തത് 16നെ 6 ടൈംസ് നമ്മൾ ആഡ് ചെയ്യുന്നതിന് സെയിം ആണ് 6 into 16 equal to 96 എന്ന് പറയുന്നത്. അടുത്തത് 7 into 16, 16നെ 7 ടൈംസ് ആഡ് ചെയ്യുന്നതിന് സെയിം ആണ് 7 into 16 equal to 112 എന്ന് പറയുന്നത്. Then next 8 into 16, 8 into 16, 8 into 16 എന്താണ്?
16 8 ടൈംസ് നമ്മൾ ഇതുപോലെ ആഡ് ചെയ്യുന്നതിന് തുല്യമാണ് എന്താ 8 into 16 equal to 128 എന്ന് നമ്മൾ പഠിക്കുന്നത്. അടുത്തത് 9 into 16 16നെ 9 ടൈംസ് നമ്മൾ എഴുതി ആഡ് ചെയ്യുന്നതിന് തുല്യമാണ് 9 into 16 equal to 144 എന്ന് പറയുന്നത്. അടുത്തത് 10 into 16 അല്ലെ 16നെ 10 ടൈംസ് ആഡ് ചെയ്യുന്നതിന് തുല്യമാണ് 10 into 16 equal to 160 എന്ന് പറയുന്നത് അല്ലെ. 160 ഇട്ടതിന് ശേഷം ഒരു 0 കൂടി ഇട്ടാൽ 16ന്റെ 10 അല്ലെ 10 into 16 equal to 160 എന്ന് നമുക്ക് കിട്ടുന്നു അല്ലെ. അപ്പൊ അത് മനസ്സിലായല്ലോ 16ന്റെ ടേബിൾ മനസ്സിലായപ്പോ 1 16s 16 2 16s 32 3 16s 48 4 16s 64 5 16s 80 6 16s 96 7 16s 112 8 16s 128 9 16s 144 10 16s 160 അല്ലേ. അപ്പൊ നമുക്കൊന്ന് ഒരുമിച്ച് എന്താണെന്ന് പറഞ്ഞു നോക്കാം. ഉറക്കെ എല്ലാവരും ഉറക്കെ വായിക്കാം. ഓക്കെ 1 16s 16 2 16s 32 3 16s 48 4 16s 64 5 16s 80 6 16s 96 7 16s 112 8 16s 128 9 16s 144 10 16s 160. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ബുക്കിൽ 5 ടൈംസ് ഇതൊന്ന് എഴുതിയും കൂടെ പഠിക്കാം. ഓക്കെ, അപ്പോൾ എഴുതി പഠിക്കുമ്പോൾ ഉറക്കെയാണ് വായിച്ച് പഠിക്കേണ്ടത്, പതുക്കെയല്ല ചുമ്മാ എഴുതി പോയത്. ഉറക്കെ ഓരോന്ന് വീതം 1 16s 16 എന്ന് പറഞ്ഞ് തന്നെ എഴുതാ. 1 16s 16 അങ്ങനെ പറഞ്ഞ് എഴുതാം. ഓക്കെ, 2 16s 32 3 16s 48 4 16s 64 5 16s 80 6 16s 96 7 16s 112 8 16s 128 9 16s 144 10 16s 160 എന്ന് തന്നെ പറഞ്ഞു വേണം 5 ടൈംസ് എഴുതിയും കൂടെ പഠിക്കാൻ. ഓക്കെ, അതിനുശേഷം എന്താ ചെയ്യാം, നിങ്ങൾ വോയിസ് കൂടി ഇട്ട് തരിക, 5 ടൈംസ് എഴുതി പഠിക്കുക. ഈ 16 എഴുതി പഠിച്ചതിന് ശേഷം ആദ്യം തൊട്ട് ഒന്നുകൂടെ ഒന്ന് കാണുന്നത് പഠിച്ച് 16 വരെ ഒന്ന് പഠിക്കാം. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ പേരൻസിനോട് പറയുക, അച്ഛൻ അമ്മ നിങ്ങളൊന്ന് ഇടയ്ക്കിട്ട് എന്നോടൊന്ന് ചോദിക്കൂ എന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിട്ട് അച്ഛനും അമ്മയും ചോദിക്കാൻ, അല്ലെങ്കിൽ ചേച്ചിമാരോ ചേട്ടന്മാരോ അനിയന്മാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇടയ്ക്കിട്ട് ചോദിക്കാനും പറയാം. ഒരു ഗെയിം പോലെ നിങ്ങൾ കളിക്കാം പോയിന്റ് വെച്ചിട്ട്. അപ്പൊ എന്താണ് 6 16s എത്രയാണെന്ന് ആൻസർ പറഞ്ഞില്ലെങ്കിൽ മറ്റേയാൾക്ക് പോയിന്റ് പോവും എന്നാ. എന്നിട്ട് നിങ്ങൾ എന്താണ് ആൻസർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 പോയിന്റ്. അങ്ങനെ ഗെയിം പോലെയൊക്കെ കളിച്ച് നിങ്ങൾ പഠിക്കാം. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നല്ലതുപോലെ വായിക്കുക, നല്ലതുപോലെ എഴുതി പഠിക്കുമ്പോൾ ഉറക്കെ വായിച്ച് പഠിക്കാം. എല്ലാവരും ചെയ്ത് പൊട്ടിപ്പോണ വിധത്തിൽ ഉറക്കെ വായിച്ച് പഠിക്കാം. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ബേസിക് സയൻസിന്റെ ഇൻസെക്ട് ഫ്ലൈസ് ആൻഡ് റെപ്റ്റൈൽസ് എന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തോണ്ടിരുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എന്തായിരുന്നു, ഇൻസെക്റ്റിനെ കുറിച്ചാണ് അല്ലെ, ഇൻസെക്ട്സിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഇൻസെക്ട്സ് എന്ന് പറയുന്നത് എന്താ നമ്മൾ കാണുന്ന ചെറിയ ചെറിയ പ്രാണികൾ, അവയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇൻസെക്ട്സ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് കുറേ ടൈപ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ എന്താ, എല്ലാ ഇൻസെക്ട്സിനും എന്താണ് ഒരു എക്സോസ്കെൽറ്റൻ ഉണ്ട് അല്ലെ, നമ്മളെ ബോഡിക്ക് പുറത്തായിട്ടായിരിക്കും അതിൻ്റെ ആ ഒരു എന്താണ് അത് കാണപ്പെടുക അല്ലെ, അതിൻ്റെ ബോൺസ് കാണപ്പെടുന്നത് അല്ലെ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്, ഒരു ഇൻസെക്ട്സിന് 3 പാർട്ടായിട്ടായിരിക്കും അല്ലെ, മിക്ക ഇൻസെക്ട്സിന് 3 പാർട്ടായിട്ടായിരിക്കും അതിന്റെ ബോഡി തിരിച്ചിരിക്കുക. ഫസ്റ്റ് എന്ന് പറയുന്നത് ഹെഡ് ആണ്, ദെൻ തോറാക്സ് ആൻഡ് ആബ്ഡമൻ അല്ലെ. ഹെഡിന്റെ ഭാഗത്തായിട്ട് ഐസ് ഉണ്ട്, മൗത്ത് ഉണ്ട്, ആന്റിന ഉണ്ട് അല്ലെ. തോറാക്സിന്റെ ഭാഗത്തായിട്ട് വിങ്സ് ഉണ്ട്, ലെഗ്സും ഉണ്ട്. 6 ലെഗ്സ് ആണ് ഒരു ഇൻസെക്റ്റിന് ഉണ്ടാവുക അല്ലെ. 2 വിങ്സ് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള 4 ആയിരിക്കും വിങ്സ് കാണപ്പെടുക. ദെൻ എന്താണ്, പിന്നെ നമ്മൾ പറഞ്ഞ ആബ്ഡമൻ ആണ്. ആബ്ഡമൻ എന്ന് പറയുമ്പോൾ ഡൈജഷനും റീപ്രൊഡക്ഷനും വേണ്ടിയിട്ടുള്ള ഭാഗമാണ്.
പിന്നെ ഇൻസെക്ട്സിന് ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ആ ഒരു ബ്രീത്തിങ് അത് അവിടെയാണ് എന്താണ് നമ്മുടെ ആബ്ഡോമൻ ഭാഗത്തായിട്ടാണ് കാണപ്പെടുക, ചെറിയ ചെറിയ സുഷിരങ്ങൾ. ഓക്കെ, എന്താണ് സ്പാരക്കിൾ എന്ന് പറയുന്ന ചെറിയ ചെറിയ സുഷിരങ്ങൾ നമുക്ക് അവിടെ ആണ് കാണുന്നത്. പിന്നെ നമ്മൾ ആന്റിന എന്താണെന്ന് പഠിച്ചു അല്ലേ. ആന്റിന എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? അതിന് ടു ഫീൽ, ടു ടേസ്റ്റ് ആൻഡ് ടു സ്മെൽ അല്ലേ. 3 കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ ആന്റിനെ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ ഐസ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഐസ് ആണ്. പുറകിൽ നമ്മൾ മുന്നിലോട്ട് നോക്കി നിൽക്കുകയാണെങ്കിൽ പുറകിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവയ്ക്ക് അവയുടെ കണ്ണുകൾ വെച്ച് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കോമ്പൗണ്ട് ഐസ്, ആ ഐസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ പഠിച്ചു വെക്കുക, ഇൻസെക്ട്സിന്റെ ഐസ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഐസ് ആണ് എന്ന് പഠിച്ചു വെക്കുക. ദെൻ നമ്മൾ പറഞ്ഞത് വിങ്സ് ആണ്. മിക്ക ഇൻസെക്ട്സിനും എന്തുണ്ടാവും? വിങ്സ് ഉണ്ടാവും അല്ലെ. ഏതെങ്കിലും ഒരു പ്രായത്തിൽ, ഒന്നുകിൽ ചെറുപ്പത്തിലായിരിക്കും അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ വളർച്ചയിൽ എപ്പോഴെങ്കിലും അതിന് എന്താണ് വിങ്സ് ഉണ്ടായിരിക്കും. ബട്ടർഫ്ലൈസ് എന്ന് പറയുമ്പോൾ എന്താണ് കാറ്റർപില്ലർ ആയിരിക്കുന്ന സമയത്ത് അതിന് വിങ്സ് ഉണ്ടായിരിക്കില്ല. ബട്ടർഫ്ലൈ അല്ലെ അതിൻ്റെ ഒരു പൂർണ്ണ രൂപം എത്തുമ്പോഴായിരിക്കും ചിറകടിച്ച് പറക്കുന്നത്. പിന്നെ ആന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഉറുമ്പുകളുടെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ് ഉറുമ്പുകൾ എന്താണ് പറയുന്നത്, അതിൻ്റെ ചെറിയ പ്രായത്തിൽ അതിന് ചിറകുകൾ ഉണ്ടായിരിക്കും. അതിന് വളർച്ച പൂർണ്ണമാകുമ്പോൾ അതിന് ചിറകുകൾ ഉണ്ടായിരിക്കില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിളായിട്ട് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ എല്ലാവരും ലാസ്റ്റത്തെ പിക്ചർ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു. ഹെഡ്, thoraxന്റെ ആ ഭാഗങ്ങൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തു അല്ലേ. എല്ലാവരും നല്ലോണം ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻസെക്ട്സിനെ കുറിച്ച് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമ്മുടെ ഇൻസെക്ട്സിന്റെ മൂവ്മെന്റ്, എങ്ങനെയാണ് ഇൻസെക്ട്സ് നമ്മളെ പോലെ നടക്കുകയാണോ അല്ലെങ്കിൽ ചാടുകയാണോ, എങ്ങനെയാണ് ഇൻസെക്ട്സിന്റെ മൂവ്മെന്റ് എന്ന് പഠിക്കാനായിട്ട് പോകുന്നു. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നതിന്റെ ഫുഡ് ഹാബിറ്റ്സ് ആണ്. അത് കഴിക്കുന്ന അതിന്റെ ഭക്ഷണക്രമം എങ്ങനെയാണ് എന്നുള്ളതാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് മൂവ്മെന്റ് ആണ്. മൂവ്മെന്റ് അപ്പൊ നോക്കി എല്ലാവരും നോക്കിയോളാം. Like all other animals, insects too need to move from one place to another in search of food and shelter, and also to protect themselves from their enemies. There are various ways in which they move. Mostly they will hop, crawl, jump, swim or fly. All insects have 6 legs with which they move. Antennas are used to sense any danger or blocks around. Some insects have wings which they use to fly. The tiny froghopper insects can jump as high as 2 feet. അപ്പോൾ എന്താ മൂവ്മെന്റിനെ കുറിച്ച് പറയുന്നത്? Like all other animals, insects too need to move from one place to another in search of food and shelter. അല്ലേ, അപ്പോൾ അതിൻ്റെ ഷെൽട്ടറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ താമസത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഭക്ഷണം തേടി പോകുവാനായിട്ടോ എല്ലാ ആനിമൽസിനെ പോലെയും എന്താ ഇൻസെക്ട്സും എന്താണ് ചലിക്കാറുണ്ട് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് അവ പോകാറുണ്ട് അല്ലെ. അതിൻ്റെ ഭക്ഷണക്രമത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ ഷെൽട്ടർ, അതിൻ്റെ പാർപ്പിടം തേടുന്നതിന് വേണ്ടിയോ എല്ലാ ആനിമൽസിനെ പോലെ തന്നെയും ഇൻസെക്ട്സും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാറുണ്ട്. ആൻഡ് ഓൾസോ ടു പ്രൊട്ടക്ട് ദംസെൽസ് ഫ്രം ദെയർ എനിമീസ്. അതുപോലെ തന്നെ തന്റെ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയും അവ ചലിക്കാറുണ്ട്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? അപ്പോൾ എല്ലാ ആനിമൽസിനെ പോലെ തന്നെയും ഇൻസെക്ട്സ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് തന്റെ ഫുഡ് അല്ലെ അതിന്റെ ഭക്ഷണം തേടി പോകുക അല്ലെങ്കിൽ അതിന് ഷെൽട്ടറിന് വേണ്ടിയിട്ടോ എനിമീസിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടോ അവ പോകാറുണ്ട്. Then there are various ways in which they move. അവ എല്ലാവരും ഒരുപോലെയല്ല. നമ്മൾ എല്ലാ മനുഷ്യരും നടക്കുന്നത് പോലെ അല്ലെങ്കിൽ മൃഗങ്ങളെല്ലാം നടക്കുന്നത് പോലെ ഒന്നും അല്ല ഇവർ നടക്കുക. അവരെല്ലാം ഡിഫറെന്റ് വേസിലാണ്. എല്ലാവർക്കും ഓരോരോ പ്രത്യേകതകളാണ് നടക്കുന്നതിന് വേണ്ടി ഉള്ളത്. എങ്ങനെയാണ് നോക്കി. മോസ്റ്റ്ലി they will hop, crawl, jump, swim or fly. മിക്ക ഇൻസെക്ട്സും എങ്ങനെയൊക്കെയാണ് ചലിക്കുന്നത്? ഒന്നുകിൽ ഹോപ്പ് ചാടുക അല്ലെങ്കിൽ ക്രോൾ ഇഴയുക, ജംപ് ആൻഡ് സ്വിം ഓർ ഫ്ലൈ അല്ലെ. പറക്കുകയോ അല്ലെങ്കിൽ ഇഴയുക അല്ലെങ്കിൽ ചാടുക അല്ലെങ്കിൽ നടന്നു നീങ്ങുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്
മിക്ക ഇൻസെക്ട്സും ചെയ്യുന്നത്. അപ്പൊ അവരുടെ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ഒന്നിൽ ഹോപ്പ്, ക്രോൾ, ജംപ്, സ്വിം ഓർ ഫ്ലൈ. ഓക്കെ, മനസ്സിലായോ? All insects have 6 legs with which they move. എല്ലാ ഇൻസെക്ട്സിനും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് 6 legs ആണ്, 6 കാലുകളാണ് എല്ലാ ഇൻസെക്ട്സിനും മൂവ് ചെയ്യാനായിട്ട് ഉള്ളത്. അടുത്ത എന്താ? Antennas are used to sense any danger or blocks around. പിന്നെ നമ്മൾ ആന്റിനയെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ? ടു ഫീൽ, ടു സ്മെൽ, ടു ടേസ്റ്റ് എന്നൊക്കെയാണ് ആന്റിനീസ് വഴി ഇൻസെക്ട്സിന്റെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഈ ആന്റിനീസ് ആണെങ്കിൽ ഡേഞ്ചേഴ്സ്, എന്തെങ്കിലും അപകടങ്ങൾ വരുമ്പോഴോ അല്ലെ അറിയാനായിട്ടോ, അല്ലെങ്കിൽ മുന്നിൽ അവർ സഞ്ചരിക്കുന്നതിന് മുന്നിലായിട്ട് എന്തെങ്കിലും ബ്ലോക്സ് ഉണ്ടെങ്കിലോ, ഇപ്പൊ ഒരു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കായിരിക്കും ഒരു തടി അല്ലെങ്കിൽ മതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മറികടന്ന് അപ്പുറത്തെത്തുവാൻ വേണ്ടിയിട്ട് ഈ ആന്റിനീസ് അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ അവരെക്കാളും മുന്നേ ആയിട്ട് നിൽക്കുകയാണ് അല്ലെ അവരുടെ ആ ഒരു കൊമ്പ് പോലെ നിൽക്കുന്ന ആന്റിനീസ് എന്ന് പറയും. അപ്പോൾ അവരുടെ മുന്നിലായിട്ട് എന്താണ്, അവർ പോകുന്ന വഴിയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡേഞ്ചർ വരുന്ന സമയത്ത് അതിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ആന്റിനീസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടു ഫീൽ, ടു സ്മെൽ ആൻഡ് ടു ടേസ്റ്റ്. അല്ലാതെ കൂടാതെ ഡേഞ്ചേഴ്സിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയും എന്തെങ്കിലും മുന്നിൽ ബ്ലോക്സ് ഉണ്ടെങ്കിൽ അത് തടഞ്ഞ് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയാണ് എന്താ ആന്റിനീസ് നമ്മൾ ആ ഒരു ഇൻസെക്ട്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ, then some insects have wings which they use to fly. കുറച്ച് ഇൻസെക്ട്സിന് എന്തുണ്ട്? നമ്മൾ പറഞ്ഞല്ലേ ചില ഇൻസെക്ട്സിന് വിങ്സ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലേ? എന്തിനു വേണ്ടി? പറക്കുവാൻ വേണ്ടി. മിക്ക ഇൻസെക്ട്സിനും, ചില ഇൻസെക്ട്സിനൊക്കെ എന്തുണ്ട്? ചിറകുകൾ ഉണ്ട്. The tiny froghopper insects can jump as high as 2 feet. അപ്പോൾ the tiny froghopper ആ ഒരു ഇൻസെക്റ്റിന് എന്താണ് 2 അടി ഉയരത്തിൽ വരെ അതിന് ചാടാനായിട്ടുള്ള കഴിവുണ്ട്. അപ്പോൾ ഈ ടൈനി ഫ്രോഗ്ഹോപ്പറിന് ഇതിന്റെയൊക്കെ ഫോട്ടോസ് ലാസ്റ്റ് ആയിട്ട് കാണിച്ചു, അപ്പൊ അത് നോക്കിയാൽ മതി. ടൈനി ഫ്രോഗ്ഹോപ്പർ, അപ്പൊ ഇവയ്ക്ക് 2 അടി ഉയരത്തിൽ വരെ ചാടാനായിട്ടുള്ള കഴിവുണ്ട്. The tiny froghopper insects can jump as high as 2 feet. 2 അടി ഉയരത്തിൽ വരെ ചാടാനുള്ള ശക്തി അവയ്ക്ക് ഉണ്ട്. ഓക്കെ, then grasshoppers, fleas, froghoppers and katydids move by hopping. അപ്പൊ ഇതുപോലെ തന്നെ ചാടുന്ന മറ്റ് ഇൻസെക്ട്സ് ആണ് ഗ്രാസ്ഹോപ്പേഴ്സ്, ഫ്ലീസ്, ഫ്രോഗ്ഹോപ്പേഴ്സ് ആൻഡ് കാറ്റിഡിഡ്സ്. അവ എന്ത് ചെയ്യാണ്? ചാടുകയാണ് ചെയ്യുന്നത്. ജമ്പ് അല്ലെ, എന്താ ഹോപ്പിംഗ് അല്ലെ? ഹോപ്പിംഗ് മീൻസ് എന്താ? ആ ഒരു ചാടിയാണ് നടക്കുന്നത്. ചാടി നമ്മുടെ പുൽച്ചാടീനെയൊക്കെ കണ്ടിട്ടുണ്ടോ? അതുപോലെ ഈ നിങ്ങളുടെ വീട്ടിലെ പൂച്ച, പട്ടി എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ദേഹത്തുള്ള കുഞ്ഞു ചെള്ളുകൾ അല്ലെ, അതൊക്കെ ഇങ്ങനെ ചാടിയാണ് പോകുന്നത്. നടന്നല്ല അല്ലെങ്കിൽ ഏകയല്ല ചെയ്യാം, ജസ്റ്റ് ഒന്ന് ചാടിയാണ് അവ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ വീട്ടിലെ ചെറിയ വെട്ടിലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ചാടിയാണ് പോകുന്നത് അല്ലെ? അപ്പോ ഗ്രാസ് ഹോപ്പേഴ്സ് ആണ് ഫ്ലീസ്, ഫ്രോഗ്ഹോപ്പേഴ്സ് ആൻഡ് കാറ്റിഡിഡ്സ്. ഇവയൊക്കെ ഹോപ്പ് അല്ലെ, ചാടുകയാണ് ചെയ്യുന്നത്. Then ants, bedbugs, cockroaches and fleas crawl. അതുപോലെ കോക്രോച്ച് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പാറ്റ, ഉറുമ്പ് അല്ലെ? അതുപോലെ ബെഡ്ബഗ്സ്, ഇവയൊക്കെ എന്താണ് ചെയ്യുക? അവയൊക്കെ അവയുടെ കാലുകൾ വെച്ചിങ്ങനെ നടന്നു കഴിഞ്ഞാണ് അവ പോകുന്നത് അല്ലെ? പാറ്റയൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ പോണത് കാലുകൾ വെച്ചിങ്ങനെ? അപ്പൊ അതിന്റെ ആ ഫ്രണ്ടിലുള്ള ആന്റിനീസ് ഇങ്ങനെ ചലിക്കും, കണ്ടിട്ടില്ലേ പാറ്റകൾ പോകുന്നത് ഉണ്ട് അല്ലെ? അപ്പൊ അവർ മുന്നിലുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് ഒന്ന് ചാടുകയാണെങ്കിൽ പെട്ടെന്ന് ഓടിപ്പോകുന്നതായിട്ട് കാണാം അല്ലെ? അപ്പൊ അവയുടെ കാലുകൾ വെച്ചവ നടന്നു നീങ്ങി പോവാണ് ചെയ്യുന്നത്. അപ്പൊ ആന്റ്സ്, ബെഡ്ബഗ്സ്, കോക്രോച്ചസ് ആൻഡ് ഫ്ലീസ് crawl. Water boatman, diving beetle, mayflies and dragonflies can swim in water. അപ്പോൾ വാട്ടറിൽ സ്വിം ചെയ്യുന്ന ഇൻസെക്ട്സ് ഏതൊക്കെയാണ്? വാട്ടർ ബോട്ട്മാൻ, ഡൈവിംഗ് ബീറ്റിൽ, mayflies and dragonflies can swim in water. അപ്പൊ ഇവയൊക്കെ എന്താണ്? വാട്ടറിൽ കൂടി സ്വിം ചെയ്താണ് പോകുന്നത്, മുങ്ങിയാണ് പോകുന്നത്. അപ്പോൾ വാട്ടറിൽ കാണുന്ന ഇൻസെക്ട്സിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവയൊക്കെ എന്ത് ചെയ്യാണ്? സ്വിം ചെയ്തിട്ടാണ് അവ
മുങ്ങി പൊങ്ങിയാണ് അവ പോകുന്നത്. ഓക്കെ, അപ്പോൾ മൂവ്മെന്റ്സ് അത്രയും മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഇൻസെക്ട്സ് എന്ന് പറയുന്നത് അവ പലതരത്തിലാണ് അവയുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ചില ഇൻസെക്ട്സ് ചാടി ആയിരിക്കും നടക്കുക, അല്ലെങ്കിൽ ചിലത് ഇഴയായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കാലുകൾ കൊണ്ട് നടന്ന് നീങ്ങും, ചാടും, അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടി സ്വിം ചെയ്തായിരിക്കും പോവുക അല്ലെ. അങ്ങനെയൊക്കെ ആയിരിക്കും മിക്ക ഇൻസെക്ട്സും ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അത്ര ഇൻസെക്ട്സിനെ കുറിച്ച് മൂവ്മെന്റ് അത്രയും മനസ്സിലായല്ലോ. ഇനി ഇൻസെക്ട്സിന്റെ ഫുഡ് ഹാബിറ്റ്സ് ആണ് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നോക്കിയേ, ഇൻസെക്ട്സ് ഈറ്റ് ഡിഫറെന്റ് തിങ്സ് ഓഫ് ഫുഡ്. സം ഈറ്റ് പ്ലാന്റ് parts like seeds, leaves, nectar, flowers and roots, grasshopper, butterfly and caterpillar. Some eat insects, robber flies, ladybug and ground beetle. Some parasite insects feed on blood and flesh but do not kill their victims, mosquito, fleas and lice. Some eat wood, termites. Some scavengers eat anything like garbage or dung or stale food, cockroaches, desert ants, blowfly and wasps. അപ്പോൾ ഫുഡ് ഹാബിറ്റ്സ് ആണ് പറയുന്നത്. ഇൻസെക്ട്സ് എന്താണ് കഴിക്കുന്നത്? ഇൻസെക്ട്സ് ഈ ഡിഫറെന്റ് തിങ്സ് ആസ് ഫുഡ്. അപ്പോൾ ഇൻസെക്ട്സ് നമ്മൾ ആനിമൽസിനെ ഹെർബിവോർ, ആംനിവോർസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കാർണിവോർസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തിരിച്ചല്ലേ. ചിലവർ പുല്ല് മാത്രമായിരിക്കും കഴിക്കാം, ചിലവർ മാംസം കഴിക്കും, ചിലവർ രണ്ടും കഴിക്കും. അങ്ങനെയൊക്കെ നമ്മൾ തരംതിരിച്ചു അല്ലെ. അപ്പൊ ഇൻസെക്ട്സ് അതുപോലെ തന്നെയാണ്. സം ഈറ്റ് പ്ലാന്റ്സ് പാർട്സ് അല്ലെ. ചില ഇൻസെക്ട്സ് കഴിക്കുന്നത് പ്ലാന്റിന്റെ പാർട്ടുകളാണ് കഴിക്കുന്നത്. ലൈക്ക് സീഡ്സ്, സീഡ്, അല്ലെങ്കിൽ ലീവ്സ്, ഇലകൾ, അല്ലെങ്കിൽ നെക്ടർ, ഫ്ലവേഴ്സ് ആൻഡ് റൂട്ട്സ്. ആ ഫ്ലവറിന്റെയോ അല്ലെങ്കിൽ റൂട്ടിന്റെയോ തേൻ അല്ലെ, നീരൊക്കെയാണ് അവ കഴിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാ? ഗ്രാസ് ഹോപ്പേഴ്സ് ആണെങ്കിൽ പ്ലാന്റിന്റെ കുഞ്ഞു കുഞ്ഞു സീഡുകൾ കഴിക്കും. ബട്ടർഫ്ലൈ ആണെങ്കിൽ പൂവിന്റെ തേൻ കുടിക്കും. അതുപോലെ കാറ്റർപില്ലർ ആണെങ്കിൽ ലീവ്സ് ആയിരിക്കും കഴിക്കുക അല്ലെ. അപ്പൊ എക്സാമ്പിൾ വെച്ച് മനസ്സിലായല്ലോ. എന്നാ സം ഈറ്റ് പ്ലാന്റ്സ് ലൈക്ക് സീഡ്സ്, ലീവ്സ്, പിന്നെ നെക്ടർ, ഫ്ലവേഴ്സ് ആൻഡ് റൂട്ട്സ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? ബട്ടർഫ്ലൈ, പിന്നെ കാറ്റർപില്ലർ, ഗ്രാസ് ഹോപ്പർ. ഇവയൊക്കെ ഇങ്ങനെയുള്ളവ പ്ലാന്റിന്റെ സീഡോ അല്ലെങ്കിൽ നെക്ടർ, ഫ്ലവേഴ്സ് ഓർ റൂട്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ലീവ്സ് ആയിരിക്കും അവ കഴിക്കുക. ഓക്കെ ആണോ? ഓക്കെ, ദെൻ അടുത്തത് സം ഈറ്റ് ഇൻസെക്ട്സ്. ചിലവ ഇൻസെക്ട്സിനെ തന്നെയാണ് ആഹാരമാക്കാറുള്ളത്. സം ഈറ്റ് ഇൻസെക്ട്സ്, റോബർ ഫ്ലൈസ്, ലേഡി ബഗ് ആൻഡ് ഗ്രൗണ്ട് ബീറ്റിൽ. ഇവയൊക്കെ ഇൻസെക്ട്സിനെ തന്നെയാണ് അവ കഴിക്കുക. റോബർ ഫ്ലൈസ് ആണെങ്കിലും ലേഡി ബഗ് ആൻഡ് ഗ്രൗണ്ട് ബീറ്റിൽ ഇവയൊക്കെ ഇൻസെക്ട്സിനെ തന്നെയാണ് കഴിക്കുക. Some parasite insects feed on blood and flesh but do not kill their victims. അപ്പോൾ ചില ഇൻസെക്ട്സ് എന്ന് പറയുന്നത് പാരസൈറ്റ് ഇൻസെക്ട്സ് ആയിരിക്കും. അവയെന്ന് പറയുന്നത് അതിൻ്റെ തൻ്റെ ഇരയുടെ ബ്ലഡോ അല്ലെങ്കിൽ ഫ്ലഷോ ആയിരിക്കും കഴിക്കുക. പക്ഷെ അവയെ കൊന്നിട്ടല്ല അവ കഴിക്കുന്നത്. മറ്റുള്ളവരെ ആശ്രയിച്ചാണ് കഴിക്കുക. മൊസ്കിറ്റോ എങ്ങനെയാ? നമ്മളെ കൊന്നിട്ടാണ് നമ്മുടെ ചോര കുടിക്കുക അല്ല, നമ്മൾ അറിയാതെ നമ്മുടെ കയ്യിൽ കുത്തി ചോര കുടിക്കുകയാണ് ചെയ്യുക. അതുപോലെ ഫ്ലീസ് ആയാലും ലൈസ് ആയാലും അല്ലെ, നിങ്ങളുടെ തലയിലൊക്കെ പേനില്ലേ, പേനൊക്കെ എങ്ങനെയാ? നിങ്ങളെ കൊന്നിട്ടാണോ ചോര കുടിക്കുക? അല്ല അല്ലെ. ലൈസ് ആണെങ്കിൽ പേനൊക്കെ ചോര കുടിക്കാറുണ്ട്. മൊസ്കിറ്റോ, അതുപോലെ ഫ്ലീസ്, ഇവയൊക്കെ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ആനിമലിന്റെ ശരീരത്തിൽ നിന്ന് അതിന്റെ മാംസമോ അല്ലെങ്കിൽ അതിന്റെ രക്തമോ ഒക്കെ ആയിരിക്കും കുടിക്കുക. ഓക്കെ, നമ്മുടെ മാവിലൊക്കെ പറ്റിപ്പിടിച്ച് വളരുന്ന ഇത്തൽ ചെടികളില്ലേ, ഇപ്പൊ ആ ഇത്തൽ ചെടി ആ മാവിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അല്ലെ. അതാണ് പാരസൈറ്റ് ഇൻസെക്ട്സ് എന്ന് പറയുന്നത് അല്ലെ. മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ബ്ലഡ് അല്ലെ, അവരുടെ ബ്ലഡ് അല്ലെങ്കിൽ അവരുടെ ഫ്ലഷ്. പക്ഷെ അവരെ കൊല്ലുന്നില്ല. അവയെ കൊല്ലാതെ തൻ്റെ വിക്ടിമിനെ കൊല്ലാണ്ട് അതിന്റെ ചോര വലിച്ചു കുടിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് സം ഈറ്റ് വുഡ്. ചില ഇൻസെക്ട്സ് വുഡാണ് കഴിക്കുക അല്ലെ. ചിതല് അല്ലെ, ടെർമൈറ്റ്സ്, ചിതല് അല്ലെ, നമ്മുടെ മിക്ക വീട്ടിലും കാണാറുണ്ട് അല്ലെ.
ചിതലൊക്കെ അരിക്കണത്? എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു തടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്തായിരിക്കും? ചിതലായിരിക്കും അല്ലെ? അപ്പൊ അവ എന്താണ്? വുഡാണ് അവ കഴിക്കുന്നത്. അടുത്തത്, some scavengers eat anything like garbage or dung or stale food, cockroaches, desert ants and blowfly and wasps. അപ്പോൾ some scavengers eat, ചില സ്കാവഞ്ചേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? ക്രോ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രോ, കാക്ക. കാക്ക എന്ന് പറയുന്നത് എന്താ? എല്ലാം എന്ത് വേണമെങ്കിലും കഴിക്കുന്നതാണ് കാക്ക എന്ന് പറയുന്നത് അല്ലെ? എന്ത് വേണമെങ്കിലും കഴിക്കും. അതുപോലത്തെ ഇൻസെക്ട്സ് ആണ് ഏതൊക്കെയാണ്? കോക്രോച്ചസ്, പിന്നെ ഡെസേർട്ട് ആൻസ്, എന്താണ് മരുഭൂമിയിലൊക്കെ കാണുന്ന ഉറുമ്പുകൾ, അതുപോലെ ബ്ലോഫ്ലൈ ആൻഡ് വാസ്പ്സ്. ഇവയൊക്കെ എന്താണ്? സ്കാവഞ്ചേഴ്സ് എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും കഴിക്കും. എന്തൊക്കെ? ഗാർബേജ്, മാലിന്യങ്ങളായാലും, ഡങ്ക്, ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ചില പ്രാണികള് ചാണകം അല്ലെങ്കിൽ എന്തെങ്കിലും അത് കിടക്കുമ്പോ ഇങ്ങനെ ഉരുട്ടി എടുത്ത് പോകുന്നത് കണ്ടിട്ടുണ്ടോ? ചാണകമൊക്കെ. അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾ മിക്ക കാർട്ടൂൺസിലൊക്കെ നിങ്ങൾ കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആനിമൽസ്, അങ്ങനെയുള്ള ഇൻസെക്ട്സ് സ്കാവഞ്ചേഴ്സ് ഇൻസെക്ട്. ഓക്കെ, അപ്പൊ അവ ഗാർബേജ് ആയിരിക്കും അല്ലെങ്കിൽ ഡങ്, സ്റ്റേൽ ഫുഡ് എന്നിവയൊക്കെ ആയിരിക്കും അവ ആഹാരമാക്കുന്നത്. കോക്രോച്ചസ്, ഡെസേർട്ട് ആൻഡ്സ്, ബ്ലോഫ്ലൈ ആൻഡ് വാസ്പ്സ്. ഓക്കെ, അപ്പോൾ ഫുഡ് ഹാബിറ്റ്സ് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ഫുഡ് ഹാബിറ്റ്സ്. ഇൻസെക്ട് ഈറ്റ് ഡിഫറെന്റ് തിങ്സ് ആസ് ഫുഡ്. Some eat plant parts like seeds, leaves, nectar from flowers and roots. ഏതൊക്കെയാണ്? grasshopper, butterfly and caterpillar. Next is some eat insects. ചില ഇൻസെക്ട്സിനെ തന്നെയാണ് കഴിക്കുക. robber flies, ladybug and ground beetle. Then some parasite insects feed on blood and flesh but do not kill their victims. ഏതൊക്കെയാ? mosquito, fleas and lice. Then some eat wood. ഏതാണ്? termite. Then some scavengers eat anything like garbage or dung or stale food. ഏതൊക്കെയാണ്? cockroaches, desert ants, blowfly and wasps. Okay, അപ്പോൾ ഇൻസെക്ട്സിനെ കുറിച്ച് നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇൻസെക്ട്സിനെ കുറിച്ച് പറഞ്ഞു, ഇൻസെക്ട്സിന്റെ ബോഡി പാർട്സ് പറഞ്ഞു, ഇൻസെക്ട്സ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു, ഇൻസെക്ട്സിന്റെ ഫുഡ് ഹാബിറ്റ്സ് പറഞ്ഞു. അപ്പൊ ഇൻസെക്ട്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തല്ലോ. ഇൻസെക്ട്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇൻസെക്ട്സ് നല്ലതുപോലെ ആദ്യം തൊട്ട് ഇൻസെക്റ്റിനെ കുറിച്ച് ആദ്യം മുതൽ ഇപ്പൊ പഠിപ്പിച്ചത് വരെ എല്ലാവരും നല്ലപോലെ വായിച്ചു നോക്കുക. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇൻസെക്ട്സ് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇൻസെക്റ്റിനെ കുറിച്ചിട്ട്? മനസ്സിലായി. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വേറെ ഓരോന്നിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ മൂവ്മെന്റ്സ്, അതിൻ്റെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെയാണ് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇൻസെക്ട് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തില്ല. ഇൻസെക്റ്റിനെ കുറിച്ച് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കുക. അപ്പോൾ ചിലതിൻ്റെയൊക്കെ പിക്ചേഴ്സ് ടീച്ചർ കാണിച്ചു തരാം. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. കേൾക്കാത്ത കുറച്ച് പേരുകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ പിക്ചർ നോക്കി ചെയ്യാം. ഓക്കെ, നോക്കുക. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലപോലെ ഉറക്കെ വായിച്ച് നോക്കുക. ഓക്കെ ഓക്കെ, താങ്ക് യു. Deep in the shadows, I know it's hard to put one foot in front of the other. So far as the echo, where do we start? You can learn to discover a million stars. Here in the shadows, I know you're scared. Take my hand, together we'll make a stand. We've got to fight to find a way. Dare to fall to find out what to say. No more hate. Just a minute. Good morning, dear students. How are you all? I hope you are fine. നമുക്കിന്ന് മലയാളം പഠിച്ചാലോ? നമുക്കിന്ന് മലയാളത്തിലെ ഒരു പുതിയ ചാപ്റ്റർ പഠിക്കാം. എന്താണ് ചാപ്റ്ററിന്റെ പേര്? സ്വർണ്ണമൃഗം. എന്താണ് ചാപ്റ്ററിന്റെ പേര്? സ്വർണ്ണമൃഗം. നമ്മൾ ഇന്നലെ കവിതയാണ് പഠിക്കാൻ പോകുന്നത്. കവിത എഴുതിയതാരാണ്? നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്ത് എഴുത്തച്ഛനാണ് എഴുതിയൊരു കവിതയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ കവിതയുടെ പേരെന്താണ്? സ്വർണ്ണമൃഗം. ആധ്യാത്മിക രാമായണം കിളിപ്പാട്ടിൽ നിന്ന് എടുത്തതാണ് സ്വർണ്ണമൃഗം എന്ന കവിത. നോക്കിക്കേ, ഈ സ്വർണ്ണമൃഗം എന്ന കവിതയിൽ എന്താ പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാലോ. രാമായണം എല്ലാവർക്കും അറിഞ്ഞ രാമായണം
കഥയൊക്കെ. രാമായണത്തിൽ ആരൊക്കെയാ ഉള്ളത്? ശ്രീരാമനും ഉണ്ട്, പിന്നെ ആരുണ്ട്? സീതയുണ്ടല്ലേ. ശ്രീരാമനും സീതയുടെ ഒക്കെ കഥയാണ് ഇതിൽ പറയുന്നത്, രാമായണത്തിൽ പറയുന്നില്ലേ. അങ്ങനെ ഈ ശ്രീരാമനും അതുപോലെ സീതയും വനവാസത്തിനായിട്ട് കാട്ടിലോട്ട് പോയി. അങ്ങനെ കാട്ടിൽ പോയപ്പോൾ വനത്തിൽ വെച്ചുണ്ടായ ഒരു സംഭവത്തെ ആസ്പദമാക്കിയുള്ള കവിതയാണ് ഈ സ്വർണ്ണമൃഗം എന്ന കവിതയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടീച്ചർ ആദ്യം ഈ കവിത ഒന്ന് പാടിത്തരാം. ഭർത്താവെ കണ്ടില്ലയോ കനകമായ മൃഗം, മെത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം. പേടിയില്ലിതിനേതും എത്രയും അടുത്ത് വന്നിടുന്നു, മെരുക്കമുണ്ടത്രയും എന്നോ തോന്നും, കളിപ്പാനായത് സുഖമുണ്ടിതു നമുക്കിന്നു. പിടിച്ചിടുക വരുമെന്നോ തോന്നുന്നു നൂനം, പിടിച്ചു കൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ, മടിച്ചിടരുതേതും ഭർത്താവേ ജഗത്പതേ. മൈഥിലി വാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു, സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം. സീതയെ അവൾക്കൊരു ഫലവും ഉണ്ടാകാതെ, യാദൂതാരന്മാരുണ്ടു കാനനം തന്നിലെങ്ങും. എന്നരുൾ ചെയ്തു ധനും ബാണങ്ങൾ എടുത്തുടൻ, ചെന്നേതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അപ്പൊ എന്താണ് ഈ കവിതയിൽ പറയുന്നത്? നമ്മുടെ രാമായണത്തിലെ ശ്രീരാമനെയും അതുപോലെ ആരാ സീതയും വനവാസത്തിനായിട്ട് കാട്ടിലെത്തിയപ്പോ എന്ത് സംഭവിച്ചു? അവിടെ ഒരു മൃഗത്തെ കണ്ടില്ലേ? ഏത് മൃഗമായിരുന്നു? മാനിനെ കണ്ട്. അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു കവിതയാണ് നമ്മള് പഠിക്കാൻ പോകുന്നത്. ടീച്ചർ കവിത ഒന്നും കൂടി വായിച്ചു തരാം. ഭർത്താവെ കണ്ടില്ലയോ കനകമായ മൃഗം, ഇത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിത. പേടിയില്ലെതിരെന്തും എത്രയും അടുത്തു വന്നിടുന്നു, മെക്കമുണ്ടത്രയും എന്നു തോന്നും, കളിപ്പാനതി സുഖമുണ്ടിതു നമുക്കിന്നു. വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു നൂനം, പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ, മടിച്ചിടരുതേതോ ഭർത്താവേ ജഗത്പതേ. മൈഥിലി വാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു, സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം. സീതയെ അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ, യാദൂതന്മാരുണ്ടു കാനനം തന്നിലെങ്ങും. എന്നരുൾ ചെയ്തു ധനുബാണങ്ങൾ ഉടുത്തുടൻ, ചെന്നേതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അപ്പം സ്വർണ്ണമൃഗം എന്ന കവിത എഴുതാരാണ്? നമ്മുടെ മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് എന്ത് എഴുതിയത്? സ്വർണ്ണമൃഗം എന്ന കവിത. അത് എവിടെ നിന്നാണ് എടുത്തത്? ആദ്യ രാമായണത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഭർത്താവെ കണ്ടില്ലയോ കനകമായ മൃഗം, എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം. പേടിയില്ലിതിനെത്തുമേ എത്രയും അടുത്തു വന്നിടുന്നു, മെരുക്കമുണ്ടത്രയും എന്നു തോന്നും. അപ്പം സീത ശ്രീരാമനോട് പറയുകയാണ്, കാട്ടിൽ നിന്നപ്പം സീത ശ്രീരാമനോട് പറയുകയാണ്, ഒരു സ്വർണ്ണ മൃഗം, അതായത് സ്വർണ്ണ കളർ, സ്വർണ്ണ നിറത്തിലുള്ള ഒരു മാൻ അവരുടെ അടുത്തേക്ക് വരുന്നു. ആ മാന് അവരുടെ അടുത്തേക്ക് വരാൻ ഒട്ടും തന്നെ പേടിയില്ല. അപ്പൊ സീത പറയുക, ഈ മാന് അത്രയും മെരുക്കമുണ്ട്, അതായത് അത്രയും ഇണങ്ങി ജീവിക്കാൻ താല്പര്യമുള്ളതാണ് ഈ മാനെന്ന് സീത ആരോട് പറഞ്ഞു? ശ്രീരാമനോട് പറഞ്ഞു. കളിപ്പാൻ അതിസുഖമുണ്ടേതു നമുക്കിങ്ങു, വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു, പിടിച്ചുകൊണ്ടിങ്ങു പൂണിടുക വൈകിടാതെ, മടിച്ചിടേതും ഭർത്താവേ ജഗപ്പതേ. എന്ത് പറഞ്ഞ? ശ്രീരാമനോട് സീത പറയുക, ആ മാനെ ഇങ്ങ് പിടിച്ചോണ്ട് വരാൻ. മൈഥിലി വാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു, സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം. സീതയെ അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ. അപ്പൊ സീതയുടെ വാക്ക് കേട്ട് ശ്രീരാമൻ പറയുക സഹോദരനോട്, നീ സീതയെ ഒരു ഭയവും കൂടാതെ നോക്കിക്കോണമെന്ന്. യാദൂതന്മാരുണ്ട് കാനനം തന്നിലെങ്ങും. എന്നരുൾ ചെയ്തു ധനുവർണ്ണങ്ങൾ എടുത്തുടൻ ചെന്നിതു, മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. ഇങ്ങനെ സഹോദരടുത്ത് പറയാണ്, സീതയെ നോക്കിക്കോണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമൻ ധനുബാണങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഈ മൃഗത്തെ പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. ഭർത്താവെ കണ്ടില്ലയോ കനകമായ മൃഗം, എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം. പേടിയില്ലിതിനേതും എത്രയും അടുത്തു വന്നിടുന്നു, മെരുക്കമുണ്ടത്രയും എന്നു തോന്നും,
അപ്പൊ എന്താണ് സീത ശ്രീരാമനോട് പറയുകയാണ് ഒരു സ്വർണ്ണ നിറത്തിലുള്ള മൃഗം. എന്താണ് സ്വർണ്ണ നിറത്തിലുള്ള മൃഗം? ഒരു മാൻ, സ്വർണ്ണ നിറത്തിലുള്ള മാൻ. അത് അവരവിടെ കാട്ടിൽ നിന്നപ്പോ ഈ മാൻ ഇവിടെ അടുത്തേക്ക് വരുന്നു. അപ്പൊ സീത പറയുക, ഈ മാന് അത്രയും മെരുക്കമുണ്ട്, നമ്മളുമായിട്ട് ഇങ്ങനെ ഇണങ്ങി ജീവിക്കുന്ന ഒരു താല്പര്യമുള്ള ഒരു മാനാണ് വരുന്നതെന്ന് ശ്രീരാമനോട് സീത പറയുന്നു. കളിപ്പാൻ അതിസുഖമുണ്ടേന്നു നമിക്കുന്നു, വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു ന്യൂനം, പിടിച്ചു കൊണ്ടിങ്ങോ പോന്നിടുക വൈകിടാതെ, മടിച്ചിടേതും ഭർത്താവേ ജഗത്പദേ. അപ്പം സീത ശ്രീരാമനോട് പറയാ ആ മാനെ പിടിച്ചോണ്ട് വരാൻ. മൈഥിലി വാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു, സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം സീതയെ, അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ. അപ്പൊ സീതയുടെ വാക്ക് കേട്ട് നമ്മുടെ ശ്രീരാമൻ എന്ത് ചെയ്ത് സഹോദരനടുത്ത് പറയുകയാണ്, സീതയെ ഒരു ഭയവും കൂടാതെ നോക്കിക്കൊള്ളണമെന്ന്. യാതൂദാനന്മാരുണ്ടോ കാനന്നം തന്നീലെങ്ങും എന്നരുൾ ചെയ്തു, ധനുവർണ്ണങ്ങൾ എടുത്തൂടെ ചെന്നിതു, മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. ഇങ്ങനെ സീതയെ നോക്കിക്കോണമെന്ന് സഹോദരനടുത്ത് ശ്രീരാമൻ പറഞ്ഞുകൊണ്ട് ധനുബാണങ്ങളൊക്കെ എടുത്തുകൊണ്ട് എന്താണ് ആ മൃഗത്തെ പിടിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് സീതയെ നോക്കണമെന്ന് സഹോദരനടുത്ത് പറഞ്ഞത്? ആ കാനനം, കണ്ണെന്ന് വെച്ചാൽ എന്താണ്? കണ്ണെന്ന് വെച്ചാ കാട്, വനത്തിലാകമാനം എന്തുണ്ട്? യാതുകാരന്മാരുണ്ട്, അതായത് രാക്ഷസന്മാരുണ്ട്. കാട്ടിൽ രാക്ഷസന്മാരുള്ളത് കൊണ്ട് തന്നെ എന്താണ് സീതയെ നോക്കിക്കോളണമെന്ന് പറഞ്ഞുകൊണ്ട് സഹോദരനെ പറഞ്ഞ് ഏൽപ്പിച്ചുകൊണ്ട് ശ്രീരാമൻ ആ മൃഗത്തെ പിടിക്കാനായിട്ട് ധനുബാണങ്ങൾ എടുത്തുകൊണ്ട് മൃഗത്തിന് പുറകെ പോയി. അപ്പൊ എല്ലാവർക്കും ഈ കവിത ഇഷ്ടപ്പെട്ടോ? ടീച്ചർ കവിത ഒന്നുകൂടി പാടിത്തരാം. ഭർത്താവെ കണ്ടില്ലയോ കനകമായ മൃഗം, എത്രയും ചിത്രം ചിത്രം ഭൂഷിതമിതം, പേടിയില്ലിതിനും ഇത്രയും അടുത്ത് വന്നിടുന്നു, മെരുക്കമുണ്ടത്രയും എന്നു തോന്നും, കൽപ്പാൻ അതിസുഖമുണ്ടിത് നമിക്കുന്നു, വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു ന്യൂനം, പിടിച്ചു കൊണ്ടിങ്ങോ പോന്നിടുക വൈകിടാതെ, മടിച്ചിടരുതേതും ഭർത്താവേ ജഗത്പദേ. മൈഥിലി വാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു, സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം സീതയെ, അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ, യാതൂദരന്മാരുണ്ട് കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു, ധനുബാണങ്ങൾ എടുത്തുടൻ ചെന്നിതു, മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. നമുക്കപ്പം ഇന്ന് ഈ ചാപ്റ്ററിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം. നോക്കിക്കേ, പകരം പദം. നമുക്കപ്പം സ്വർണ്ണ മൃഗം എന്ന കവിതയിലെ പകരം പദങ്ങൾ ഇന്ന് പഠിക്കാം. കനകമൃഗം. കനകമൃഗം എന്ന് വെച്ചാൽ എന്താ? സ്വർണ്ണ മൃഗം. കനകമൃഗം എന്ന് വെച്ചാൽ എന്താണ്? സ്വർണ്ണ മൃഗം. മെരുക്കം. മെരുക്കം എന്ന് വെച്ചാൽ എന്താണ്? അടുപ്പം. മെരുക്കം എന്ന് വെച്ചാൽ എന്താ? അടുപ്പം. മടിച്ചിടുക. മടിച്ചിടുക എന്ന് വെച്ചാൽ എന്താ? മടി അല്ലെങ്കിൽ വൈകുക. മടിച്ചിടുക എന്ന് വെച്ചാൽ എന്താ? മടി അല്ലെങ്കിൽ വൈകുക. ജഗത്പദേ. ജഗത്പദേ എന്ന് വെച്ചാൽ എന്താ? ജഗത്തിന് പാതിയായിട്ടുള്ളവനെ എന്താ പറയുക? ജഗത്പദേ എന്ന് പറയുന്നു. എന്താണ് ജഗത്പദേ? ജഗത്തിന് പാതിയായിട്ടുള്ളവനെ. മൈഥിലി. മൈഥിലി എന്ന് വെച്ചാൽ എന്താ? സീത. മൈഥിലി എന്ന് വെച്ചാൽ എന്താ? സീത. യാതുദാനന്മാർ. എന്താണ് യാതുദാനന്മാർ എന്ന് പറയുന്നത്? രാക്ഷസർ. എന്താണ്? രാക്ഷസർ. ധനുസ്. ധനുസ് എന്ന് വെച്ചാൽ എന്താ? വില്ല്. ധനുസ് എന്ന് വെച്ചാൽ എന്താ? വില്ല്. ബാണം. ബാണം എന്ന് വെച്ചാൽ എന്താ? അമ്പ്. ബാണം എന്ന് വെച്ചാൽ എന്താ? അമ്പ്. കനകമൃഗം. കനകമൃഗം എന്ന് വെച്ചാൽ എന്താ? സ്വർണ്ണമൃഗം. എന്താണ് കനകമൃഗം? സ്വർണ്ണമൃഗം. കനകമൃഗം എന്ന് വെച്ചാൽ എന്താ? സ്വർണ്ണമൃഗം. കനകമൃഗം എന്താണ്? സ്വർണ്ണമൃഗം. മെരുക്കം. മെരുക്കം എന്താ? അടുപ്പം. മെരുക്കം എന്താണ്? അടുപ്പം. മടിച്ചിടുക. മടിച്ചിടുക എന്താണ്? മടി അല്ലെങ്കിൽ വൈകുക. മടിച്ചിടുക എന്താണ്? മടി അല്ലെങ്കിൽ വൈകുക. ജഗത്പദേ. ജഗത്പദേ എന്താണ്? ജഗത്തിന് പതിയായിട്ടുള്ളവനെ എന്ന് പറയും. ജഗത്തിന് പതിയായിട്ടുള്ളവനെ ജഗത്പദേ എന്ന് പറയുന്നു. എന്താണ് ജഗത്പദേ? ജഗത്തിന് പതിയായിട്ടുള്ളവനെ എന്ന് പറയും. ജഗത്പദേ എന്ന് പറയുന്നു. മൈഥിലി. മൈഥിലി എന്ന് പറയുന്ന ആരെയാണ്? മൈഥിലി എന്ന് വെച്ചാൽ സീത. മൈഥിലി ആരാണ്? സീത. മൈഥിലി ആരാണ്? സീത. യാതുദാനന്മാർ. അതാരാണ്? രാക്ഷസർ. യാതുദാനന്മാർ ആരാണ്? രാക്ഷസർ. ധനുസ്. ധനുസ് എന്താണ്? വില്ല്. ധനുസ് എന്താണ്? വില്ല്. ധനുസ് എന്താണ്? വില്ല്. ബാണം. ബാണം എന്താണ്? അമ്പ്. ബാണം എന്താണ്? അമ്പ്. ബാണം എന്താണ്?
അമ്പ്. അപ്പൊ കനകമൃഗം എന്താണ്? കനകമൃഗം എന്ന് വെച്ചാൽ സ്വർണ്ണമൃഗം. മെരുക്കം എന്താണ്? മെരുക്കം എന്ന് വെച്ചാൽ അടുപ്പം. മടിച്ചിടുക, മടിച്ചിടുക എന്താണ്? മടി അല്ലെങ്കിൽ വൈകുക. ജഗൽപദ, ജഗൽപദ എന്താണ്? ജഗത്തിന് പതിയായിട്ടുള്ളവനെ എന്തെന്ന് പറയും? ജഗൽപദ എന്ന് പറയുന്നു. മൈഥിലി, മൈഥിലി എന്താ? സീത. മൈഥിലി എന്താണ്? സീത. യാതുദാനന്മാർ, യാതുദാനന്മാർ എന്താണ്? രാക്ഷസർ. യാതുദാനന്മാർ എന്താണ്? രാക്ഷസർ. ധനുസ്, ധനുസ് എന്താണ്? വില്ല്. ധനുസ് എന്താണ്? വില്ല്. ബാണം, ബാണം എന്താണ്? അമ്പ്. ബാണം എന്താണ്? അമ്പ്. കനകമൃഗം, കനകമൃഗം എന്താണ്? സ്വർണ്ണമൃഗം. മെരുക്കം എന്താ? അടുപ്പം. മടിച്ചിടുക, മടിച്ചിടുക എന്താ? മടി അല്ലെങ്കിൽ വൈകുക. ജഗൽപദ, ജഗൽപദ എന്താണ്? ജഗത്തിന് പാതിയായിട്ടുള്ളവൻ. മൈഥിലി എന്താണ്? സീത. മൈഥിലി എന്താണ്? സീത. യാതുദാനന്മാർ, യാതുദാനന്മാർ എന്താണ്? രാക്ഷസർ. ധനുസ് എന്താണ്? ധനുസ് വില്ല്. ബാണം, ബാണം എന്താണ്? അമ്പ്. അപ്പം നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിലെ പകരം പദങ്ങൾ പഠിച്ചില്ലേ? എല്ലാവർക്കും ഈ പകരം പദങ്ങൾ മനസ്സിലായോ? അന്നേരം എല്ലാവരും നിങ്ങളുടെ കോപ്പി ബുക്കില് ഈ പകരം പദങ്ങള്